നോട്ട് അസാധുവാക്കലിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി കേന്ദ്രം. നോട്ട് മാറാനെത്തുന്നവരുടെ വിരലിൽ ഇനി മഷി പുരട്ടും. പല ബാങ്കുകളിൽ ഒരാൾ തന്നെ നോട്ട് മാറ്റുന്നത് തടയാൻ വേണ്ടിയാണിത്. നോട്ട് പിൻവലിച്ചത് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. നോട്ട് നിരോധനത്തിൽ ഇളവുകൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. പ്രധാന നഗരങ്ങളിൽ നോട്ടുകൾ മാറാനെത്തുന്നവരുടെ വിരലിൽ ഇനി മുതൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന മഷി പുരട്ടും. ഒരാൾ തന്നെ അസാധുവായ നോട്ടുകൾ പല ബാങ്കുകളിൽ മാറുന്നത് തടയാൻ വേണ്ടിയാണിത്. സാധാരണക്കാരെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതായി കേന്ദ്ര സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തി കാന്തദാസ് പറഞ്ഞു. ജൻധൻ അക്കൗണ്ടുകൾ കർശനമായി നിരീക്ഷിക്കും. ക്ഷേത്രങ്ങളിലെ നേർച്ചത്തുക ഉടൻ ബാങ്കിൽ നിക്ഷേപിക്കണം. വ്യാജ നോട്ടുകൾ കണ്ടെത്താൻ ദൗത്യസംഘം രൂപീകരിക്കുമെന്നും ശക്തി കാന്തദാസ് അറിയിച്ചു. To prevent such kind of misuse, it has been decided that government would resort, the branches of banks would take resort to use of indelible ink marks for disbursement of cash. സ്വർണ്ണ വിദേശ കറൻസികളിലുള്ള നിക്ഷേപങ്ങൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു തുടങ്ങി. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ ഇടപെടില്ല. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തുന്ന കാര്യം പരിഗണിക്കണം. നോട്ട് പിൻവലിക്കാനുണ്ടായ സാഹചര്യവും പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. നോട്ടുകൾ റദ്ദാക്കിയതിനെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജികളിലാണ് കോടതി ഇടപെടൽ. ഈ മാസം 25-ന് കേസ് വീണ്ടും പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. മഷി പുരട്ടി മാനം കെടുത്തുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പി കരുണാകരൻ എം പി, CPM നേതാവ്, കോൺഗ്രസ് നേതാവ് MI ഷാനവാസ് MP, BJP ദേശീയ നിർവാഹക സമിതി അംഗം അൽഫോൺസ് കണ്ണന്താനം, മാനേജ്മെന്റ് വിദഗ്ധൻ G വിജയരാഘവൻ, മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ് എന്നിവർ.